പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീറും വാശിയും നിറഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് പൂർണ്ണമായി. ഇനി ജനവിധിക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എത്ര വനിതകൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മത്സരാർത്ഥികളായി ഇടം നൽകി എന്നുള്ളത്. അവിടെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഏതാണ്ട് 10% മാത്രമാണ് വനിതകളെ മത്സരിപ്പിച്ചിട്ടുള്ളത്. അവിടെ അംഗസംഖ്യ പരിശോധിക്കുമ്പോൾ CPI ഏതാണ്ട് 20% സ്ത്രീ സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇനിയിപ്പോഴിതാ തന്ത്രപ്രധാനമായ ഒരു ബിൽ ലോക്സഭയിലേക്ക്, പാർലമെന്റിലേക്ക് എത്തുകയാണ്. അത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബിൽ ആണ്. പക്ഷേ ആ വനിതാ സംവരണ ബില്ലും ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിന് കാരണം എന്നത് നിലവിലെ പാർലമെന്റിലെ അംഗബലം, ലോക്സഭയിലെ അംഗബലം എന്നത് 543 ആണ്. ഈ 543 സീറ്റുകളിൽ വനിതാ സംവരണം 33% എന്ന നിലയിലേക്ക് മാറ്റുക അല്ല ചെയ്യുന്നത്, മറിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുകയും അതിനുശേഷം ആ 850-ൽ 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ആണ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. അതിൽ ആണ് ഇപ്പോൾ വിവാദം കൊഴുക്കുന്നത്. നമുക്ക് എന്താണ് ഈ വിവാദത്തിന്റെ പശ്ചാത്തലമെന്നും ഏത് തരത്തിലാണ് ഈ ബിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതുമാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ നമുക്കറിയാം 543 സീറ്റുകൾ ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 850 സീറ്റുകളാക്കി ഉയർത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഈ ബില്ലിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ 815 സീറ്റുകൾ ആയിരിക്കും വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 35 സീറ്റുകളും ലഭിക്കും. അങ്ങനെ ആകെ 850 സീറ്റുകളിലേക്ക് ആണ് എത്തുന്നത്. അതിൽ 33% സംവരണം സ്ത്രീകൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീകളുടെ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സ്ത്രീ സംവരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ മാനദണ്ഡം ഉൾപ്പെടെ നിശ്ചയിക്കുന്നത് എന്നതാണ്. നമ്മൾ 1951 കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ ജനസംഖ്യ ആനുപാതികം ആയിട്ടാണ് ഈ സീറ്റുകൾ നിർണ്ണയിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 7.38 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്ന നിലയിൽ ആയിരുന്നു ആദ്യത്തെ ഡേറ്റ പുറത്തു വന്നതെങ്കിൽ 1971 ഈ കണക്കിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് 7.38 ലക്ഷം എന്നതിന് പകരമായി അവിടെ 10.58 ലക്ഷം പേർക്ക്, അതായത് 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് ഒരു MP എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് ഈ ഡേറ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പിന്നീട് മാറുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത് എന്നതാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ജനസംഖ്യാ കണക്ക് നിലനിൽക്കുന്നത് 2011 എന്നതാണ്. അപ്പോൾ ആ 2011 കണക്കനുസരിച്ച് ഇതിന് ആനുപാതികമായിട്ടാണ് സീറ്റുകൾ നിർണ്ണയിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ ഈ 850 എന്നതല്ല, അതിനും മുകളിലേക്ക് സീറ്റുകളുടെ എണ്ണം ഉയരും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. 1211 സീറ്റുകൾ എങ്കിലും ഉണ്ടാകും. 2006 ഇനിയിപ്പോൾ ഒരു സെൻസസ്, ഇപ്പോൾ ഈ സെൻസസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സെൻസസ് 2027 പൂർത്തിയാക്കുകയും മാർച്ചോടുകൂടി ആ സെൻസസിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. അതിൽ ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1400-ൽ അധികം സീറ്റുകൾ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യം ആണ് നിലവിൽ ഉള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ വനിതാ സംവരണം ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, നിലവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകും എന്നതാണ്. അതിന് കാരണമായിട്ടുള്ള ഒരു കണക്ക് ആദ്യം പറയുന്നത്, ഇപ്പോൾ ഈ നേരത്തെ നിശ്ചയിച്ചിരുന്ന, അതായത് നേരത്തെ കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത്, നിലവിൽ എവിടെയൊക്കെയാണോ ലോക്സഭാ സീറ്റുകൾ ഉള്ളത്, എത്ര ലോക്സഭാ സീറ്റുകളാണോ ഉള്ളത് അതിൽ 50% വർധനവ് വരുത്തും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത്. ആ 20 സീറ്റുകളിൽ 50% വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം 30 വർദ്ധിക്കും. അതേസമയം ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, ആ ഉത്തർപ്രദേശിൽ ആണ് ഏറ്റവും അധികം
നിലവിൽ സീറ്റുകൾ ഉള്ളത് എന്ന് നമുക്കറിയാം. ആ സീറ്റുകളുടെ എണ്ണമൊക്കെ അതിൻ്റെ 50% എന്നത് വലിയ കണക്കായി മാറും എന്നതാണ്. ഇതോടൊപ്പം തന്നെ നിയമസഭാ സീറ്റുകളിലും ഇത്തരത്തിൽ മാറ്റമുണ്ടാകും. കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകളാണുള്ളത്. 50% സീറ്റുകൾ എന്ന് പറയുമ്പോൾ 70 നിയമസഭാ സീറ്റുകൾ കൂടി കേരളത്തിൽ ഉയരും. അങ്ങനെ രാജ്യവ്യാപകമായി തന്നെ നിയമസഭാ സീറ്റുകളുടെ ശതമാനം എന്നത് 50%ആക്കി ഉയർത്തും. അപ്പോഴും അതിൽ ഒരു പ്രതിസന്ധിയുള്ളത് എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 50% മുകളിലാക്കിയാൽ അത് 500 മുകളിലേക്ക് പോകും എന്നതാണ്. അതായത് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ നിയമസഭാ അംഗങ്ങളുടേത് എന്നത് 500 മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അങ്ങനെ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം സങ്കീർണമായി മാറുന്നു എന്നതാണ്. യു പിയിൽ 403 സീറ്റുകൾ ആണ് ഉള്ളത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 200 സീറ്റുകൾ കൂടി വരും. അങ്ങനെ 200 സീറ്റുകൾ കൂടി വരുമ്പോൾ അത് 600ലേക്ക് എത്തും. അപ്പോൾ 500 എന്നത് മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ ഈ 500 മറികടക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുമ്പോൾ, അതായത് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, സംസ്ഥാനങ്ങളുടെ കണക്കുകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലടക്കം ലോക്സഭാ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ഡേറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അതായത് 50% സീറ്റ് വർദ്ധിപ്പിച്ചാൽ അത് 30 എന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ 50% വീതം വർദ്ധിപ്പിക്കുമ്പോൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതിനോട് ഒപ്പം പറയേണ്ടത്, ഇപ്പോൾ പുതിയ ബിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനസംഖ്യ ആനുപാതികമായി ഈ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ജനസംഖ്യ ആനുപാതികമായി സീറ്റുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ സീറ്റുകളേക്കാൾ, അതായത് 20 സീറ്റുകളേക്കാൾ കുറയുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തും എന്നതാണ്. ഇപ്പോൾ തന്നെ പാർലമെന്റിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം എന്നത് വളരെ കുറവാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം 3.7 ഇപ്പോഴത്തെ പ്രാതിനിധ്യം. അത് 2.2 എന്ന നിലയിലേക്ക് താഴുന്ന സാഹചര്യം ആണ് ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയും അവിടെ കൂടുതൽ ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ തന്നെ ഇപ്പോൾ 24 കോടി ജനങ്ങൾ ഉണ്ട് എന്നതാണ് ഏകദേശ കണക്ക്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ 3.5 കോടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് ഇപ്പോൾ ഈ ബില്ല് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ടാകുന്ന സാഹചര്യം. ഒപ്പം ഒരു ഡേറ്റ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്, രാജ്യത്തിൻ്റെ ഒരു പൊതു കണക്ക് പരിശോധിക്കുമ്പോൾ ജനസംഖ്യാ കണക്കുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്ന് മാത്രവുമല്ല, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 80%, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 80% ഉത്തരേന്ത്യയിലാണുള്ളത്. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അത് കേവലം 20%. അപ്പോൾ ഇതിന് ആനുപാതികമായി ലോക്സഭയിലെ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ വ്യക്തമാകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരുടെ ഒരു സമ്പൂർണമായ ആധിപത്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരുടെ എണ്ണം എന്നത് തുലോം തുച്ഛമായി മാറും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടത്, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജ്യത്തിൻ്റെ GDPയുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിൻ്റെ വലിയൊരു ശതമാനവും കയ്യേറുന്നത് എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ജനപ്രതിനിധികളുടെ എണ്ണം വളരെ കുറയുമ്പോൾ അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇടം ഇല്ലാതെയാകുന്നു എന്നത് മാത്രവുമല്ല, ഉത്തരേന്ത്യ പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാം എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്ത് നിന്ന് ഉയരാൻ പോകുന്നത്, ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിപക്ഷത്ത് വളരെ സജീവമാണ്. അടുത്ത ദിവസം ഇത് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്മേൽ എന്ത് നടപടികളാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒപ്പം വിവിധ സംസ്ഥാനങ്ങളും, അതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്, വിവിധ സംസ്ഥാനങ്ങളും സ്വീകരിക്കുന്നത് എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.